നമസ്കാരം. അങ്ങനെ നമ്മൾ ആട് 3 പാർട്ട് 1 കണ്ടിറങ്ങിയിരിക്കുകയാണ്. ആസ് എക്സ്പെക്റ്റഡ് ആ ഹ്യൂമർ അളവ് സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോഴേക്കും അവർ നല്ലോണം കൂട്ടിയിട്ടുണ്ട്. ടൈം ട്രാവൽ കോൺസെപ്റ്റ് അവർ കൊണ്ടുവന്നതും വളരെ രസകരമായി തോന്നി. ആദ്യം കൃത്യമായിട്ട് ഏതൊക്കെ ടൈം ആണെന്ന് കാണിച്ചിട്ട് പിന്നീട് ഇന്റർകട്ട് ചെയ്ത് കാണിച്ചു. ക്ലൈമാക്സിൽ അവർ എൻഡ് ചെയ്തേക്കുന്ന പോയിന്റ് ഔട്ട് ഓഫ് ദ വേൾഡ് പോലെ തോന്നി. അതുകൊണ്ട് തന്നെ പാർട്ട് 2 വേണ്ടിയിട്ട് ഭയങ്കര വെയിറ്റിംഗ് ആണ്. ക്ലൈമാക്സ് ഇങ്ങനെ ഒരു തോട്ട് തന്നെ മിഥുൻ മാനുവൽ തോമസിന്റെ കയ്യിൽ വന്നത് ഇറ്റ് വാസ് നൈസ് എന്ന് തോന്നി. കാരണം അത് ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. ഞാൻ എന്താണെന്ന് ഒന്നും ഞാൻ സ്പോയിൽ ചെയ്യുന്നില്ല, കാരണം ഇനി ആളുകൾ കാണേണ്ടതാണ്. അവർക്ക് ഒരു തരത്തിലുമുള്ള എന്താ പറയുക, ഒരു മുൻവിധി ഉണ്ടാവരുത്. അത് നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി എക്സ്പെക്ട് ചെയ്യുക. ബട്ട് മാൻ, ഹി ഹാസ് പുൾഡ് ഇറ്റ് ഓഫ്. മിഥുൻ മാനുവൽ തോമസ് ഇത്രയും ഹൈപ്പ് 8 വർഷങ്ങൾക്ക് ശേഷം മൂന്നാം ഭാഗം വരുമ്പോൾ ഈ ഫ്രാഞ്ചൈസിന് തന്നെ ആ ഹൈപ്പ് ഉണ്ട്. അത് മുഴുവൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന തരത്തിൽ മിഥുൻ മാനുവൽ തോമസ് ഇത് വർക്ക് ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം ഇതിന്റെ ഡയലോഗ്സ് ആണ്. സ്ക്രീൻ പ്ലേ പ്ലസ് ഡയലോഗ്സ്. ഇത് സ്ക്രീൻ പ്ലേ എഴുതാൻ തന്നെ നല്ല പാടാണ്. കാരണം ഇതിന്റെ കൂട്ടത്തിൽ ഹ്യൂമറും ആഡ് ചെയ്യണം. ഇത് ചുമ്മാ ഒരു എപ്പിക് ഫാന്റസി എന്ന് പറഞ്ഞ് നമ്മുടെ മുന്നിലേക്ക് എത്തിച്ചാൽ പോരാ. ഇത് ഹ്യൂമർ ആവണം. ആടിന്റെ ഒരു തരത്തിലുമുള്ള ചേരുവ കളയാതെ വേണം ഇതവർ പ്രസന്റ് ചെയ്യാൻ. അതിൽ സ്ക്രീൻ പ്ലേയിൽ വർക്ക് ചെയ്തിട്ട് അവർ ഹ്യൂമർ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് നിസ്സാര പരിപാടിയല്ല. ആൻഡ് അത് നല്ല സ്മൂത്ത് ആയിരുന്നു. ലൈക്ക് സ്മൂത്ത് ആസ് എ ബട്ടർ. അങ്ങനെ ബട്ടർ പോലെ, വെണ്ണ പോലെ സ്മൂത്ത് ആയിരുന്നു. അങ്ങനെയായിരുന്നു ഇതിന്റെ സ്ക്രീൻ പ്ലേ വർക്ക്സ് എനിക്ക് തോന്നിയത്. ഒന്നാമത്തെ കാര്യം, ഇതൊരു 2 മണിക്കൂർ 45 മിനിറ്റ് ഉണ്ട്. ഇന്നലെ ദുരന്തർ 3 മണിക്കൂർ 55 മിനിറ്റ് ലാഗ് അടിക്കാതെ എങ്ങനെ പോയോ അതുപോലെ തന്നെ ഈ 2 മണിക്കൂർ 45 മിനിറ്റ് പോകും. ഞാൻ പറയുന്ന ഫാമിലി ഓഡിയൻസ് മസ്റ്റായിട്ട് ഈ പടം വിജയിപ്പിക്കണം എന്ന് തന്നെയാണ്. കാരണം ഇതുപോലൊരു എപ്പിക് ഫാന്റസി അല്ലെങ്കിൽ ഇങ്ങനൊരു ബിഗ് ബഡ്ജറ്റിൽ വരുന്ന മലയാള സിനിമ നല്ലതാണെങ്കിൽ അത് ജയിപ്പിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. അത് നല്ലതാണ് എന്ന് തന്നെയാണ് പ്രേക്ഷകർ ഉൾപ്പെടെ നമ്മൾ കണ്ടിറങ്ങിയപ്പോഴും നമുക്ക് മനസ്സിലാവുന്നത്. ഇതിന്റെ ഓരോ ഡിപ്പാർട്ട്മെന്റ് എടുത്ത് പറയണം കേട്ടോ. മേക്കപ്സ്, കോസ്റ്റ്യൂംസ് ഒക്കെ എന്ത് ഗംഭീര കോസ്റ്റ്യൂംസ് ആണെന്നറിയോ. നമുക്ക് പഴയ ആടിലൊക്കെ ഉള്ള ആളുകളുടെ കോസ്റ്റ്യൂമിനെക്കാളുപരി ഇതൊരു ചരിത്രം അല്ലെങ്കിൽ ഒരു എപ്പിക് ഫാന്റസി സംസാരിക്കുന്നതുകൊണ്ട് അതിന്റെ കോസ്റ്റ്യൂംസും കൂടെ ഗംഭീരമാവണമല്ലോ. ഒരിക്കലും ഒരു രാജാപ്പാട്ടോ അല്ലെങ്കിൽ ബാലയോ പോലെ തോന്നാതെ നമുക്കതൊരു റിയാലിറ്റി സംഭവമായിട്ട് തോന്നണം. അതവർ ചെയ്തിട്ടുണ്ട് വിത്ത് ഹ്യൂമർ. അതാണ് കാര്യം. അതായത് ഇത് കോമഡി ആക്കാൻ വേണ്ടി കോമഡി ആക്കുന്നതല്ല. ഇത് സീരിയസ് സിറ്റുവേഷൻസിൽ ഹ്യൂമർ വരുന്നതാണ്. അത് ചെയ്തെടുക്കുക, അത് പഴയ കാലത്ത് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് നല്ല പാടുപെട്ട പരിപാടിയാണ്. അത് ഒരുപക്ഷെ ഫസ്റ്റ് വൺ ഓഫ് ഇറ്റ്സ് കൈൻഡ് എന്ന് വിളിക്കാം. അതിലവർ വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് അവർ നല്ലോണം വർക്ക് ചെയ്തിട്ടുണ്ട്. വിജയ് ബാബു ഒക്കെ പറഞ്ഞു സെറ്റ് വിളിച്ച് 2-3 കോടി രൂപ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നെങ്കിൽ അതിൻ്റെയൊക്കെ വേദന ഇതിലൂടെ മാറ്റിയെടുക്കാൻ കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇറ്റ് ഇസ് വർത്ത് ദ ഫിലിം. മിഥുൻ മാനുവൽ പറഞ്ഞു പാർട്ട് 2 കൂടെ കഴിഞ്ഞാൽ ഞാനിത് അവസാനിപ്പിക്കുകയാണെന്ന്. പക്ഷേ അയാൾ എല്ലാ ക്യാരക്ടേഴ്സിനും നല്ലൊരു ഫെയർവെൽ കൊടുത്തിട്ടേ അവസാനിപ്പിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതിനകത്ത് തന്നെ നല്ല ഫെയർവെൽ ഉണ്ട്. ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് ഷാജി ബാബുവിൻ്റെ ഇൻട്രൊഡക്ഷൻ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന്. പക്ഷേ അതിനുശേഷം ഷാജി ബാബുവിനെ കൊണ്ടുവന്ന ഓരോ സീക്വൻസും എനിക്ക് ഇഷ്ടപ്പെട്ടു. ആ ഇൻട്രൊഡക്ഷൻ മാത്രമാണെന്ന് ഡൗൺ ആയതുപോലെ എനിക്ക് തോന്നി. പക്ഷേ അത് കഴിഞ്ഞിട്ടുള്ള എല്ലാ സീക്വൻസുകളും ഗംഭീര. ക്ലൈമാക്സ് ഒക്കെ എനിക്ക് ഭയങ്കരമായിട്ട് വർക്കായി. അതായത് അങ്ങനെ ചിന്തിച്ചല്ലോ, ഇത് നമ്മുടെ മലയാളത്തിൽ ഒരെണ്ണം വരുന്നുണ്ടല്ലോ എന്നൊരു ചിന്തയുടെ പുറത്താണ് എനിക്കത് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അതായത് ഇതുവരെ കാണാത്ത മഹത്തായ കോൺസെപ്റ്റ് ആണ് എന്നൊന്നുമല്ല ഞാൻ പറയാം. മലയാളത്തിൽ ഇങ്ങനെ ഒരു സംഭവം ചിന്തിച്ചെടുത്ത് അത് വർക്ക്ഔട്ട് ചെയ്തവർ കൊണ്ടുവന്നല്ലോ, അതിലുള്ളൊരു സന്തോഷമാണ് പ്രധാനമായിട്ടും ഉള്ളത്. പിന്നെ ഇതിൻ്റെ സ്പോയിലറായിട്ട് ഒന്നും പുറത്ത് വരാത്തതും എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഇതിലൊക്കെ ഒരുപാട് പേര് വർക്ക് ചെയ്തിട്ടുള്ളവരാണ്. അവരെല്ലാവരും ഒറ്റ മനസ്സോടെ ചിന്തിച്ചാൽ മാത്രമേ ഇതിൻ്റെ സ്പോയിലർ ഒന്നും പുറത്തു വരായിരിക്കും. അത് അവരെല്ലാവരും കൂടെ ഒരു മനസ്സോടെ ചിന്തിച്ച് ഒരു സ്പോയിലറും പുറത്തു വരാത്ത രീതിയിലാക്കി. എല്ലാം കൊണ്ടും ഐ ലവ് ദ ഫിലിം. ഉറപ്പായിട്ട് ഇത് വീണ്ടും വന്ന് കാണും. എൻ്റെ ഹ്യൂമർ കുറേ വർക്കായി. സെക്കൻഡ് ഹാഫിലേക്ക് വന്നു കഴിഞ്ഞാൽ വിനായകൻ സ്റ്റോൾ ദ ഷോ. വിനായകൻ കൊണ്ടുപോയി. അത് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതാണ്. ഫസ്റ്റ് ഹാഫിൽ വിനായകനെ കാണാത്തപ്പോഴേ ഒരു വിഷമം ഉണ്ടായിരുന്നു. വിഷമവും എക്സൈറ്റ്മെന്റും ഉണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫിൽ അയാൾ എന്താണോ ചെയ്യാൻ പോകുന്നത്. സെക്കൻഡ് ഹാഫിലൊക്കെ വിനായകന് വേണ്ടിയിട്ടൊരു സീക്വൻസ് മിഥുൻ മാനുവൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ജയിലറൊക്കെ വന്ന് വിനായകന്റെ ഗ്രാഫേ മാറിയല്ലോ. അപ്പോൾ അയാളിപ്പോൾ ഒരു പാൻ ഇന്ത്യൻ ആക്ടറാണ്. അയാൾക്ക് കൊടുക്കേണ്ട എന്ത് മിനിമം എമൗണ്ട് ഓഫ് റെസ്പെക്റ്റ് ആണോ ഈ സിനിമയ്ക്ക് വേണ്ടത് അത് കൊടുത്തിട്ടുണ്ട്. അത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ആൻഡ് അത് വേർത്താണ്. ബാക്കിയെല്ലാം രസമായിട്ട് തോന്നി. എല്ലാവരുടെയും ക്യാരക്ടറൈസേഷനിൽ നിന്ന് 1 ഇഞ്ച് പോലും മാറാതെ അവരുടെ മണ്ടത്തരങ്ങളും പൊട്ടത്തരങ്ങളും ഒക്കെ കാണിച്ചിട്ടുണ്ട്. നന്നായി. യൂട്യൂബിൽ ആ സീൻ ഈ സിനിമയിലേ ഇല്ലാത്തത് വളരെ നന്നായി. അവർ പുറത്തുവിട്ട സീനൊന്നും ഈ പടത്തിലില്ല. അവർ അറിഞ്ഞുകൊണ്ട് തന്നെ കളിച്ചതാണെന്ന് എനിക്ക് തോന്നുന്നത്. കുഞ്ഞപ്പ മാമനൊന്നും ഈ പടത്തിലില്ല. പക്ഷെ എല്ലാം കൊണ്ടും ഐ ലവ് ദ ഫിലിം. ഇറ്റ് ഈസ് വർത്ത് വാച്ചിങ്. പെട്ടെന്ന് തന്നെ തിയേറ്ററിലേക്ക് പൊക്കോ.
കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം, ബിക്കോസ് അത് അറിയേണ്ട ആവശ്യമുണ്ട്. ഇത് കാരണം ഈ അഭിപ്രായങ്ങളൊക്കെ അറിഞ്ഞാൽ മാത്രമേ പാർട്ട് 2 മിഥുൻ മാനുവൽ തോമസ് ഇറക്കും എന്നാണ് പറഞ്ഞത്. സ്ക്രിപ്റ്റ് ഒക്കെ റെഡിയാന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് ആ സ്ക്രിപ്റ്റ് എന്ന് ഞാൻ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. കാരണം അത് ഭയങ്കര രസമായിരിക്കും. കാരണം അങ്ങനെയാണ് അവർ ഈ സ്ക്രീൻ പ്ലേ ഉണ്ടാക്കി വെച്ചേക്കുന്നത്, ക്ലൈമാക്സ് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ഇറ്റ് ഈസ് വർത്ത്. അതായത് അവർ എൻഡ് ചെയ്ത പോർഷൻ കൃത്യമായ ജംഗ്ഷനാണ്. അടുത്ത പാർട്ടിലേക്ക് പോകാനുള്ള കൃത്യമായ ജംഗ്ഷൻ അവരതിനകത്ത് ഒരുക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ച് പേരുകൾ ഒന്ന് മെൻഷൻ ചെയ്ത് പോയാലോ? ഇപ്പം സ്റ്റാർട്ടിങ് ഫ്രം ജയസൂര്യ, വിനായകൻ, സൈജു കുറുപ്പ്, സണ്ണി വെയിൻ നമുക്ക് എടുത്തു പറയണം കേട്ടോ. സാത്താൻ സേവിയർ അയാളുടെ ഡയലക്റ്റ് മാറുന്ന ഒരു സംഭവം ഉണ്ട്. പാസ്റ്റിൽ അയാളുടെ ഡയലക്റ്റ് മാറും. അത് ഭയങ്കര രസമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അത് സണ്ണി വെയിന് മാത്രം ചെയ്യാൻ പറ്റുന്നൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നി. വേറെ ആര് ചെയ്താലും അത് അലമ്പായി പോയേനെ. വിജയ് ബാബു നല്ല രസമുണ്ട്, ഹ്യൂമറൊക്കെ നല്ലോണം ക്രാക്ക് ചെയ്തിട്ടുണ്ട്. പുള്ളി വന്ന രഞ്ജി പണിക്കറിന്റെ പോർഷൻസ് ഗംഭീരമായിരുന്നു. ക്രൂ ആണ് എനിക്ക് മെയിൻലി സംസാരിക്കാനുള്ളത്. ഒന്നാമത്തെ കാര്യം, മോർ ദാൻ ഈവൻ മിഥുൻ മാനുവൽ തോമസ് 2 പേരോട്, വിജയ് ബാബു ആൻഡ് വേണു കുന്നപ്പള്ളി, ഈ 2 പേരോടും ഇത് പ്രോജക്റ്റ് ഏറ്റെടുക്കാനും അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കാണിച്ച ധൈര്യവും എടുത്തു പറയേണ്ടതാണ്. കാരണം ഒരു പൊട്ടിയ പടത്തിന് ആലോചിച്ച് നോക്കുക, ആട് പൊട്ടിയ പടത്തിന്റെ 3ാം ഭാഗത്തിന് അവർ ഇത്രയും വലിയ ക്യാൻവാസിൽ എടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്തുമാത്രം വിശ്വാസം ഉണ്ടായിരിക്കും ഈ ഫ്രാഞ്ചൈസിൽ എന്നുള്ളതാണ്, നമ്മുടെ ഓഡിയൻസിൽ എന്നുള്ളതാണ്. GCC കൺട്രീസിൽ റിലീസ് പ്രതിസന്ധി നിൽക്കുമ്പോഴും അവർ ഈ റിലീസുമായിട്ട് മുന്നോട്ട് പോയതും ചെറിയ പരിപാടിയല്ല. നമുക്ക് ഇവിടെ നിന്ന് ഗാലറി എന്ന് പറയാൻ കൊള്ളാം. ഇത് റിസ്ക് എടുത്ത് ഇത്രയും പൈസ മുടക്കി ചെയ്തെടുക്കുക എന്ന് പറയുന്നത് നിസ്സാരപ്പെട്ട പരിപാടിയല്ല. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു യുദ്ധ പശ്ചാത്തലത്തിൽ നിൽക്കുന്നൊരു സമയത്ത് ലിമിറ്റഡ് നമ്പർ ഓഫ് ഓഡിയൻസ് അല്ലേ ഉള്ളൂ. മലയാളികൾക്ക് വേണ്ടി മാത്രം കേറ്റർ ചെയ്ത് പറഞ്ഞ റിലീസ് ടൈമിനുള്ളിൽ അവർ ഇറക്കി എന്നുള്ളത് ആസ് എ പ്രൊഡക്ഷൻ കമ്പനി, രണ്ടും ഫ്രൈഡേ ഫിലിം ഹൗസ് ആൻഡ് കാവ്യ ഫിലിം കമ്പനി, 2 കമ്പനിക്കും എല്ലാ തരത്തിലുള്ള അഭിനന്ദനം അർഹിക്കുന്നതാണ്. പറഞ്ഞ പോലെ തന്നെ ഇത് ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ പടമാണ്. അഖിൽ ജോർജിന്റെ സിനിമാറ്റോഗ്രാഫിയൊക്കെ ഒരു രക്ഷയില്ല. പ്രത്യേകിച്ച് ഒരു സീക്വൻസ് ഉണ്ട്, ഒരു ഹെലിക്യാം സീക്വൻസ് കൊണ്ട് ഭയങ്കര അടിപൊളിയാണ്. ആ സീക്വൻസ് എന്താണെന്ന് ഞാൻ കഴുത്ത് അയച്ചാൽ പോലും ഞാൻ പറയൂല. കാരണം എന്നിട്ട് വേണം നീ സ്പോയിലർ പറയുന്നില്ലടാന്ന് ആളുകൾ എന്ന് പറയാൻ. അതുകൊണ്ട് ഞാൻ അതൊന്നും പറയുന്നില്ല. എക്സ്പീരിയൻസ് ഇട്ട് ഇൻ തിയേറ്റേഴ്സ്. ഇഷ്ടം പോലെ ഹ്യൂമർ ഉണ്ട്. ഓരോ സീനിലും ഹ്യൂമർ ഉണ്ട്. ചിലത് ഫ്ലാറ്റ് ആണ്, ഞാൻ ആവർത്തിച്ച് പറയുന്നു, ചിലത് ഫ്ലാറ്റ് ആണ്. പക്ഷെ ചിലത് സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോഴും നല്ല പൊട്ടിച്ചിരിക്കാനുള്ള കുറേ മൊമെന്റ്സ് ഉണ്ട്. സെക്കൻഡ് ഹാഫൊക്കെ ഇങ്ങനെയാണ് പറന്നാണ് പോയത്. ഫസ്റ്റ് ഹാഫും അതേ സ്പീഡിൽ തന്നെയാണ് പോയത്. ഇറ്റ് ഈസ് വർത്ത് ദ ഹൈപ്പ്. എനിക്കതാണ് ഏറ്റവും, നമ്മൾ എത്ര പ്രതീക്ഷയോടെ വന്നാലും നിങ്ങളെ നിരാശപ്പെടുത്തില്ല. അതനുസരിച്ച് തന്നെയാണ് ഈ സിനിമ അവർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. എല്ലാം കൊണ്ടും ദിസ് ഫിലിം ഡിസേർവ്സ് എ ഹ്യൂജ് ബോക്സ് ഓഫീസ് സക്സസ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.